സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് വൊക്കാബുലറിയിലെ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെടുത്തിയ അനുബന്ധ കാര്യങ്ങളുമാണ്. ചോദ്യം നോക്കിയേ, ചോദ്യം ഇതായിരുന്നു: ദ കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ് ഉള്ളതിന് പറയുന്ന പേരെന്താണ്? വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ പോളിയാൻഡ്രി എന്ന് പറയുന്നത് ഓപ്ഷനിലുണ്ട്, പോളിഗമി എന്ന് പറയുന്ന ഓപ്ഷനിലുണ്ട്, അതുപോലെ ഏതുണ്ട്, ബൈഗമി എന്നത് ഓപ്ഷനിലുണ്ട്, അതേപോലെ ഡിബൂച്ചറി എന്ന് പറയുന്നത് ഓപ്ഷനിൽ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇപ്പോൾ സെവറൽ ഹസ്ബൻഡ്, ധാരാളം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഹസ്ബൻഡ് ഉള്ളതിന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ് ഉള്ളതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി എന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നു മോർ ദാൻ വൺ ഹസ്ബൻഡ്, അതിന് പറയുന്ന പേര് പോളിയാൻഡ്രി എന്നാണ് പറയുന്നത്. ധാരാളം ഹസ്ബൻഡ് ഉള്ളതിന് പറയുന്ന പേര് പോളിയാൻഡ്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ധാരാളം എന്ത് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയ വാക്കുകൾ നോക്കാം. പോളിഗമി എന്ന് പറഞ്ഞാൽ എന്താ? പോളിഗമി ധാരാളം ഭാര്യ ഉള്ളതിന് പറയുന്ന പേരാണ് പോളിഗമി. മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ, ബൈഗമി രണ്ട് ഭാര്യ, പോളിഗമി രണ്ടിൽ കൂടുതൽ ഭാര്യമാർ എന്ന് പറയുന്നു. ഡിബൂച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായിട്ട് എന്ത് ചെയ്യുന്നൂടെ സെക്സിനോടൊക്കെ താല്പര്യമുള്ളതിനെയാണ് പറയുന്നത്. ഓക്കെ, നോക്കിയേ, മാരേജുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് വൺ വേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ മാരേജുമായി ബന്ധപ്പെടുത്തിയ വൺ വേഡുകളാണ്. ഒന്ന് കുറിച്ച് വെച്ചൊന്ന് പഠിച്ചേ. റിലേറ്റഡ് ടു മാരേജ്, കല്യാണവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ അല്ലേ. റിലേറ്റഡ് ടു മാരേജിന് പറയുന്ന വൺ വേഡാണ് മാട്രിമോണി. റിലേറ്റഡ് ടു മാരേജിന് പറയുന്ന വൺ വേഡ് ഏതാ? മാട്രിമോണി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മാട്രിമോണിയിലും എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുമെന്ന് ഓർത്താൽ മതി. എന്നാൽ അൺമാരീഡ് ബോയ്സിന് പറയുന്ന പേരാണ് ബാച്ചിലർ. അൺമാരീഡ് ബോയ്സിന് പറയുന്ന പേര് ബാച്ചിലർ. എന്നാൽ അൺമാരീഡ് ഗേൾസ് ആണെങ്കിൽ അൺമാരീഡ് ഗേൾസിന് പറയുന്നത് സ്പിൻസ്റ്റർ എന്നാണ്. അപ്പോൾ ബാച്ചിലറിൻ്റെ ഓപ്പോസിറ്റ് കൂടിയാണ് സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. അൺമാരീഡ് ബോയ്സ് ബാച്ചിലർ, അൺമാരീഡ് ഗേൾസ് എന്ന് പറയുന്നത് സ്പിൻസ്റ്റർ ആണ്. അടുത്ത സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ് ലൈഫ്, കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ബ്രഹ്മചര്യ ജീവിതത്തിന് പറയുന്ന പേരെന്താണ്? സെലിബസി എന്നാണ്. അപ്പം അൺമാരീഡ് ലൈഫ് ലീഡ് ചെയ്യുന്നതിന് പറയുന്ന പേര് സെലിബസി. അപ്പം മാട്രിമോണി ഒരു ഓപ്പോസിറ്റ് ആണ് സെലിബസി എന്ന് പറയുന്നത്. മാട്രിമോണി കല്യാണം കഴിക്കുന്നു, സെലിബസി കല്യാണം കഴിക്കാതെ ജീവിക്കുന്നു. അപ്പോൾ റിലേറ്റഡ് ടു മാരേജിന് പറയുന്ന വൺ വേഡ് മാട്രിമോണി, അൺമാരീഡ് ബോയ്സ് ബാച്ചിലർ, അൺമാരീഡ് ഗേൾസ് സ്പിൻസ്റ്റർ, സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ് ലൈഫ് സെലിബസി. ഇനി ഹാവിങ് വൺ വൈഫ് ആണെങ്കിൽ മോണോഗമി, ഒരു ഭാര്യ ഉള്ളതിന് പറയുന്ന പേര് മോണോഗമി. ടു വൈഫ്സ് ആണെങ്കിൽ ബൈഗമി, വൈഫിൻ്റെ പ്ലൂറലാണ് വൈഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഭാര്യമാരാണെങ്കിൽ പറയുന്ന പേര് ബൈഗമി. ഹാവിങ് സെവറൽ വൈഫ്സ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോളിഗമി. നമ്മൾ ഓപ്ഷനിൽ നോക്കിയിരുന്നു പോളിഗമി. സെവറൽ വൈഫ്സ് ആണെങ്കിൽ പോളിഗമി. സെവറൽ ഹസ്ബൻഡ് ആണെങ്കിൽ പോളിയാൻഡ്രി. ഉത്തരം പോളിയാൻഡ്രി. സെവറൽ ഹസ്ബൻഡ് ആണെങ്കിൽ പോളിയാൻഡ്രി. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ: റിലേറ്റഡ് ടു മാരേജ് മാട്രിമോണി, അൺമാരീഡ് ബോയ്സ് ബാച്ചിലർ, അൺമാരീഡ് ഗേൾസ് സ്പിൻസ്റ്റർ, സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ് ലൈഫ് സെലിബസി, ഹാവിങ് വൺ വൈഫ് മോണോഗമി, ടു വൈഫ്സ് ബൈഗമി, സെവറൽ വൈഫ്സ് പോളിഗമി, സെവറൽ ഹസ്ബൻഡ് ഏതാ? ഹസ്ബൻഡ് പോളിയാൻഡ്രി. അടുത്ത് നോക്കിയേ, മാരേജ്. അപ്പം നമ്മളെല്ലാവരും ചിലവരൊക്കെ കല്യാണം കഴിക്കുന്ന അവനവൻ്റെ കസ്റ്റത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കും. ഹിന്ദുവിനെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ ആ കാറ്റഗറിയിലുള്ള ആൾക്കാരെ തന്നെ കല്യാണം കഴിക്കുന്നു അല്ലേ. അതിന് പറയുന്ന പേര് മാരേജ് ഇൻസൈഡ് വൺസ് ട്രൈബിനെ പറയുന്ന പേരാണ് എൻഡോഗമി. അതിന് പറയുന്ന പേരേതാ? എൻഡോഗമി എന്നാണ് പറയുന്നത്. മാരേജ് ഇൻസൈഡ് വൺസ് ട്രൈബ് എൻഡോഗമി. എന്നാൽ ഔട്ട്സൈഡ് ആണെങ്കിലോ ഔട്ട്സൈഡ് വൺസ് ട്രൈബിന് പറയുന്ന പേരാണ് എക്സോഗമി. പറയുന്ന പേര് എക്സോഗമി. മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബിന് പറയുന്ന പേര് എക്സോഗമി. എന്നാൽ മാരേജ് അവർ സെൽസ് ആണെങ്കിലോ നമ്മൾ സ്വയം കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് സോളോഗമി. ഓർമ്മയിലിരിക്കുക, സോളോഗമി. അപ്പോൾ മാരേജ് ഇൻസൈഡ് വൺസ് ട്രൈബ് എൻഡോഗമി, ഔട്ട്സൈഡ് ആണെങ്കിൽ എക്സോഗമി, സോളോഗമി എന്ന് പറഞ്ഞാൽ അവർ സെൽഫ്, നമ്മൾ സ്വയം കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് പറയുന്ന പേര് സോളോഗമി. എന്നാൽ ഹെയ്റ്റ് മാരേജ്, കല്യാണത്തിനെ വെറുക്കുന്നതിന് പറയുന്ന പേരാണ് മിസ്സോഗാമിസ്റ്റ്. പറഞ്ഞേ, മിസ്സോഗാമിസ്റ്റ്.
ഗാമിസ്റ്റ് മാരേജ് മാരേജ്. അപ്പം ഹെയ്റ്റ് മാരേജ് മിസോഗാമിസ്റ്റ്. എന്നാൽ ഹെയ്റ്റ് വുമൺ ആണെങ്കിലാ മിസോഗൈനിസ്റ്റ്. സ്ത്രീകൾ വെറുക്കുന്നതിന് പറയുന്ന പേര് മിസോഗൈനിസ്റ്റ്, മറക്കരുത്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. അപ്പോൾ മാരേജ് ഇൻസൈഡ് വൺസ് ട്രൈബ് എൻഡോഗമി, മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ് എക്സോഗമി, മാരേജ് അവർ സെൽഫ് സോളോഗമി, ഹെയ്റ്റ് മാരേജ് മിസോഗാമിസ്റ്റ്, ഹെയ്റ്റ് വുമൺ മിസോഗൈനിസ്റ്റ്. എന്നാൽ ലവ്സ് വുമൺ ആണെങ്കിലാ ഫിലോഗൈനിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ലവ്സ് വുമൺ ആണെങ്കിൽ ഫിലോഗൈനിസ്റ്റ് എന്നാണ് പറയുന്നത്. സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നതിന് പറയുന്ന പേര് ഫിലോഗൈനിസ്റ്റ്. ഓക്കെ, അപ്പം നമ്മളൊന്ന് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന വൺ വേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള വൺ വേഡ്സ് പഠിച്ചു. അപ്പോൾ മാരേജുമായി ബന്ധപ്പെട്ട വൺ വേഡ്സ് ആണ് നമ്മൾ നോക്കിയത്. ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് ഈ സെലിബസി എന്ന് പറഞ്ഞാൽ? അൺമാരീഡ് ലൈഫ് ലീഡ് ചെയ്യുന്നു. ബാച്ചിലറും സ്പിൻസ്റ്ററും തമ്മിൽ വ്യത്യാസം എന്താ? അൺമാരീഡ് ബോയ്സ് ബാച്ചിലർ, അൺമാരീഡ് ഗേൾസ് സ്പിൻസ്റ്റർ. മാട്രിമോണി റിലേറ്റഡ് ടു മാരേജിനെ കുറിക്കുന്നു. മോണോഗമി ഏക ഭാര്യ, ബൈഗമി 2 ഭാര്യമാർ, പോളിഗമി മോർ ദാൻ 2 വൈഫ്സ്, പോളിയാൻഡ്രി സെവറൽ ഹസ്ബൻഡ്. മറക്കൂലല്ലോ. എൻഡോഗമി മാരേജ് ഇൻസൈഡ് വൺസ് ട്രൈബ്, എക്സോഗമി ഔട്ട്സൈഡ് വൺസ് ട്രൈബ്, സോളോഗമി എന്ത് ചെയ്യുക അവർ സെൽഫ്. മിസോഗാമിസ്റ്റും മിസോഗൈനിസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താ? മിസോഗാമിസ്റ്റ് മാരേജിനെ വെറുക്കുന്നു, മിസോഗൈനിസ്റ്റ് സ്ത്രീകളെ വെറുക്കുന്നു. ഒരെണ്ണം ഞാൻ അഡീഷണൽ പറഞ്ഞതാ, ഫിലോഗൈനിസ്റ്റ് പറഞ്ഞു. ഫിലോഗൈനിസ്റ്റ് ലവ്സ് വുമൺ ആണെന്നും കൂടെ പറഞ്ഞിരുന്നു. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.